ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കേക്ക് ഉണ്ടാക്കി പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു തെറ്റുമില്ലാതെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കേക്ക് തയ്യാറാക്കി സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിറയെ ഓർഡറുകൾ കിട്ടും. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് കേക്ക് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. എൻ്റെ ചാനൽ മോണിറ്റേഷനായി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഇത്ര പെട്ടെന്ന് ചാനൽ മോണിറ്റേഷൻ ആകാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞ് സമ്മാനം എനിക്ക് തരാൻ ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് ഈ സമ്മാനം കൊടുക്കുന്നത് എങ്ങനെയൊക്കെയെന്നൊന്നും അറിയില്ല, എങ്കിലും ഞാൻ ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു ഒരാൾക്ക് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ തയ്യാറാക്കി വിൽക്കാൻ ആഗ്രഹമുള്ള തുടക്കക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സമ്മാനമാണ്, ഈ വീഡിയോയിൽ കാണുന്ന സമ്മാനമാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കേക്ക് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഗിഫ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഞാൻ ഇന്നു മുതൽ ഇടുന്ന വീഡിയോസ് 5 ദിവസം ഇടുന്ന വീഡിയോസിന് നിങ്ങൾ നല്ല കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും സപ്പോർട്ടും ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ഞാൻ ഈ ഒരു സമ്മാനം കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ഓർഡറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന 1 കിലോ വൈറ്റ് ഫോറസ്റ്റിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലർ പറയും നല്ല പൊക്കത്തിൽ കേക്ക് ചെയ്യാം എങ്കിൽ നിങ്ങൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുക്കണം. നിങ്ങൾ അല്ലെങ്കിൽ പരത്തി ചെയ്യാൻ പറയുകയാണെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കൂടുതലും വരുന്നത് ഈ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി കൊടുക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം 1 കപ്പ് അളവിൽ നമുക്ക് മാവ് എടുക്കാം, മൈദാ മാവ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ. ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പൗഡർ മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 പ്രാവശ്യം അരിച്ച ശേഷം നമുക്ക് ആ സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്യുന്ന ബൗൾ ഒട്ടും തന്നെ നനവോ ഒന്നും പാടില്ല. അതിനുശേഷം അതിലേക്ക് ഒരു 4 മുട്ടയാണ്. നമ്മൾ ചെറിയ മുട്ടയായാലും വലിയ മുട്ടയായാലും 4 മുട്ട മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 വലിയ മുട്ട എടുത്തിട്ടുണ്ട്, 2 ചെറിയ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യം സ്പീഡ് കുറച്ച് ഒന്ന് മുട്ട ബീറ്റ് ചെയ്യണം. അതെല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം സ്പീഡ് കൂട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പഞ്ചസാര 1 കപ്പ് നിറച്ചും എടുത്തിട്ടില്ല, ഒരു 1/4 കപ്പും കുറച്ചും കൂടി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു പഞ്ചസാരയുടെ അളവ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് കുറച്ച് വീതം ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു കളറൊക്കെ മാറി ഒരു വെള്ള കളറായിട്ട് വന്നുകൊണ്ടിരിക്കും. ആ ഒരു സമയത്താണ് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കേണ്ടത്. ഒരു 5 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അധികം സൺഫ്ലവർ ഓയിലൊന്നും ചേർക്കില്ല, എല്ലാം കറക്റ്റ് അളവിനാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സ്പീഡ് കൂട്ടി മിക്സ് ചെയ്യല്ലേ, നമ്മളിതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കട്ടി കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് ചൂടാവാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഇറക്കി വെച്ച് ഒരു 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ കേക്ക് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെക്കുന്നേക്കാളും നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ പാത്രങ്ങളിൽ കേക്ക് വേവിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സൈഡ് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സ്പോഞ്ച് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അവിടെ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഈ ഒരു കിലോ കേക്കിൻ്റെ അളവ്, വിപ്പിംഗ് ക്രീമിൻ്റെ അളവെന്ന് പറയുന്നത് 1.5 കപ്പ് അളവാണ്. നമ്മൾ മാവൊക്കെ എടുക്കുന്ന ആ കപ്പിൽ 1.5 കപ്പ് അളവാണ് എടുക്കാൻ. അത് കുറച്ച് പഞ്ചസാര ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ലതായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ക്രീം വെച്ച് പിന്നെ നമ്മളിതിലേക്ക് മിൽക്ക് മേഡും ചോക്ലേറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇതുപോലെ തന്നെ 3 ലെയറും ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കേക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഇത്തിരി ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മേഡും ചോക്ലേറ്റൊക്കെ ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നിറയെ ഓർഡറുകൾ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. കാരണം ഞാൻ സ്വന്തമായിട്ട് തന്നെ കേക്ക് യൂട്യൂബിലൊക്കെ കണ്ട് പഠിച്ച് വന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്താണ്. ഇപ്പോൾ ഏത് കേക്കും നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് ഇഷ്ടംപോലെ ക്രിസ്മസിനൊക്കെ നിറയെ ഓർഡറുകൾ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ ടേസ്റ്റ് കണ്ട് തന്നെയാണ് ഓരോരുത്തർ പറഞ്ഞ് എനിക്ക് ഓർഡറുകൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതവിടെ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കുകയാണ്. ഒരു അരമണിക്കൂർ ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് 2 കേക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേ മോഡലിൽ 2 കേക്ക് ചെയ്തതിന് കാരണം 2 മക്കൾക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ എനിക്ക് ഓർഡർ തന്നത്. കാരണം 2 മക്കൾക്കും ഒരേപോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞാണ് എൻ്റെ കേക്ക് ഓർഡർ തന്നത്. അപ്പം ഞാൻ അതവിടെ കേക്കിൽ നിറയെ ക്രീമൊക്കെ തേച്ച് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ചിലവർക്ക് കേക്കൊക്കെ ഫിനിഷ് ആവില്ല എന്ന് പറഞ്ഞ് കുറേ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ഒന്നും ചെയ്യേണ്ടതാ. ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ടൂൾസും വേണ്ടതാ. നല്ലതുപോലെ നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലത്തെ നമ്മൾ ആശുപത്രിയിലൊക്കെ കിട്ടുന്ന കാർഡുകൾ കളയാതെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ കേക്കുകൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കുറേ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഒരു കുഞ്ഞു സമ്മാനം, അപ്പം എന്നെക്കൊണ്ടാവുന്ന ഒരു സമ്മാനം എനിക്കിത് മാത്രം ഒരാൾക്ക് മാത്രമേ ഇപ്പം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുന്നോട്ട് നല്ല രീതിയിൽ വിജയിക്കുകയാണെങ്കിൽ ഞാൻ ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരു 5 വീഡിയോ ഇടും. അതിൽ ഇടുന്ന കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ അതിലും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ എൻ്റെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരെയും പേരെഴുതി ഞാൻ നറുക്കെടുക്കും. അതിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമ്മാനം കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ പെടട്ടെ കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 കേക്കും ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലെ തന്നെയാണ് ചെറിയൊരു യെല്ലോ കളറും കൂടി കൊടുത്താണ് ആ ക്രീം ഒന്ന് ഈ ഒരു കളറിലാക്കി എടുത്തത്. പിന്നെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ഡെക്കറേഷനൊന്നുമില്ല, നല്ല സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു നടുഭാഗത്ത് കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കാൻ നേരത്ത് ഇത് ക്രിസ്മസിൻ്റെ ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കും കേട്ടോ. ചെറിയൊരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കും. അപ്പം നിങ്ങൾക്കും ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഈ രീതിയിലൊരു കേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇത് തോറ്റു പോകാതെ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് നിറയെ ഓർഡറുകൾ കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.